അങ്ങനെ നമ്മുടെ വിവോ X200 പ്രോയിൽ ഒറിജിൻ OS 6ൻ്റെ ക്ലോസ്ഡ് ബീറ്റ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും X200 Pro ആണ്. ഇതിൽ ഒരെണ്ണത്തിൽ ഫൺ ടച്ച് OSഉം ഒരെണ്ണത്തിൽ ഒറിജിൻ OSഉം ആണ് ഉള്ളത്. ഒറിജിൻ OS 6 ശരിക്കും ഫൺ ടച്ച് OSൽ നിന്നുള്ള ഒരു മേജർ അപ്ഗ്രേഡ് തന്നെയാണ്. ഒരുപാട് ഫീച്ചേഴ്സും ചേഞ്ചസും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഒന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല, എങ്കിലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഒറിജിൻ OSൽ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ലോക്ക് സ്ക്രീനും കൺട്രോൾ സെൻറ്ററുമാണ്. ഇതിലൊക്കെയുള്ള ചെറുതും വലുതുമായുള്ള ആനിമേഷൻസ് എല്ലാം വളരെ സ്മൂത്തും ഫ്ലൂയിഡുമാണ്. ഹോം സ്ക്രീനിൽ കാര്യമായ കസ്റ്റമൈസേഷൻസ് ഒന്നുമില്ല. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെറ്റിംഗ്സ് പേജൊക്കെ ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ഐക്കൺ ബാഗ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്തവണയും കിട്ടിയിട്ടില്ല. എന്നാൽ ലോക്ക് സ്ക്രീനിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ കാണാം. ഫോൺ പിന്നടിച്ച് അൺലോക്ക് ചെയ്യുമ്പോഴുള്ള ഗ്ലോയിങ് എഫക്റ്റൊക്കെ കാണാൻ നല്ല രസമാണ്. ക്ലോക്കൊക്കെ ഇങ്ങനെ റീസൈസ് ചെയ്യാം, വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ലോക്ക് സ്ക്രീൻ ടൈപ്സ് ഉണ്ട്. ഫ്ലിപ്കാർട്ട്സിനെ പറ്റിയൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോസിലൊക്കെ കണ്ടു കാണും. നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്താൽ ലോക്ക് സ്ക്രീനിൽ ഫോൺ ചരിക്കുമ്പോൾ ഫ്ലിപ്കാർട്ട്സ് പോലെ അതിങ്ങനെ ചേഞ്ച് ആവും. വാൾപേപ്പറും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും തമ്മിലുള്ള സ്വിച്ചിങ് ആനിമേഷൻസൊക്കെ നല്ല സ്മൂത്താണ്. ഇടയ്ക്കിടെ പവർ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. ഓരോ വാൾപേപ്പർ ടൈപ്പിനും ഡിഫറൻറ്റ് കസ്റ്റമൈസേഷൻസ് ഉണ്ട്. പിന്നെയുള്ളൊരു മേജർ ഫീച്ചർ ഇതിൻ്റെ ഒറിജിൻ ഐലൻഡാണ്. ആപ്പിളിലെ മാജിക് ഐലൻഡ് പോലെ തന്നെ പാട്ട് പ്ലേ ചെയ്യുമ്പോഴും സ്റ്റോപ്പ് വാച്ച് റൺ ചെയ്യുമ്പോഴും എല്ലാം ഇതിങ്ങനെ ആക്റ്റീവായി കിടക്കും. ആവശ്യമില്ലെങ്കിൽ വലത്തേക്കോ ഇടത്തേക്കോ സ്വൈപ്പ് ചെയ്താൽ ഹൈഡ് ആവുകയും ചെയ്യും. ഈ ഹൈഡാക്കുന്ന പരിപാടി ആപ്പിളിലില്ല കേട്ടോ. പിന്നെ ആപ്പിളിലില്ലാത്ത ഒരു ഫീച്ചർ കൂടി ഒറിജിൻ OSലെ ഐലൻഡിലുണ്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതായത് ഗാലറിയിൽ നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ മാർക്ക് ചെയ്തിട്ട് അതിൽ ഞെക്കിപ്പിടിച്ച് മേലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഒറിജിൻ ഐലൻഡിൽ അത് ഷെയർ ചെയ്യാനുള്ള ആപ്സിൻ്റെ ഷോർട്ട് കട്ട്സ് കാണിക്കും. ഗാലറിയിൽ നിന്ന് മാത്രമല്ല, വാട്സപ്പ് സ്റ്റാറ്റസ് വന്ന ഫോട്ടോസും നമുക്ക് ഇതുപോലെ സേവ് ചെയ്തെടുക്കാം. ഫോൺ നമ്പർ, വെബ്സൈറ്റ്സ് ഉൾപ്പെടെ എന്ത് ടെക്സ്റ്റും ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഷെയർ ആക്കാം. പിന്നെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഗെയിം കൗണ്ട് ഡൗണും വന്നിട്ടുണ്ട്. ഗാലറി ആപ്പിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. AI റേസിൻ്റെ ആനിമേഷൻസൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. AI എക്സ്പാൻഷനും വന്നിട്ടുണ്ട്. എടുത്ത ഫോട്ടോസിൻ്റെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വാട്ടർമാർക്കിൻ്റെ പൊസിഷൻ മാറ്റാനും പറ്റുന്നുണ്ട്. പിന്നെ ഹോം സ്ക്രീൻ ഡോക്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറാം. ക്യാമറയിൽ പുതിയ ഫീച്ചറൊന്നും വന്നിട്ടില്ല. പിന്നെ അപ്ഡേറ്റിന് ശേഷം ക്യാമറ ഡൗൺഗ്രേഡായെന്ന് കുറച്ച് പേരുടെ കമൻറ്റ് കണ്ടിരുന്നു. ഞാൻ ഈ രണ്ട് ഫോണിലും ഫോട്ടോസ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി. എനിക്ക് വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഫോണുകൾക്കാണ് ഒറിജിൻ OSൻ്റെ അപ്ഡേറ്റ് ലഭിക്കാൻ പോകുന്നത്. X100, X200 സീരീസുകൾക്ക് നവംബറോടെയും ബാക്കി ഫോണുകൾക്ക് അതിന് ശേഷവുമായിരിക്കും അപ്ഡേറ്റ് കിട്ടുക.